ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് അഞ്ജലി എന്ന് പറഞ്ഞ 20 വയസ്സുള്ള പെൺകുട്ടിയെ അതിക്രൂരമായി കൊന്നൊരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് 2024 മെയ് 15 കർണാടകയിലാണ് സംഭവം നടക്കുന്നത്. ബിന്ദിഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ ഉണ്ടെങ്കിൽ അഞ്ജലി ജനിച്ചതുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അവരുടെ കുടുംബത്തിൽ അത്ര വലിയ പൈസ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ തൻ്റെ മോളുണ്ടെങ്കിൽ പഠിച്ച് നല്ല രീതിയിൽ എത്തണമെന്നുള്ളത് ആ കുടുംബത്തിൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെയ് 15 ഈ സംഭവം നടക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ രാവിലെ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം ഉണ്ടെങ്കിൽ രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സമയമായിരുന്നു. ആ അമ്മയുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് ആഹാരം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പെട്ടെന്നുണ്ടെങ്കിൽ തൻ്റെ മോളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ അമ്മ വന്ന് നോക്കുമ്പോൾ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് ആരോ ഒരാളുണ്ടെങ്കിൽ തൻ്റെ മോളെ അതിക്രൂരമായി കത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. എന്തെങ്കിലും ചെയ്യാനുള്ള സമയം പോലും ആ വീട്ടുകാർക്ക് കിട്ടിയില്ല. കാരണം എന്ന് പറയുന്നത് അവൻ പെട്ടെന്ന് വന്ന് ഭയങ്കര അതിക്രൂരമായിട്ടാണ് പിന്നെ കുത്തിയതിന് ശേഷം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ആ വീട്ടുകാരുടെ സൗണ്ട് കേട്ട ഉടനെ തന്നെ നാട്ടുകാരെല്ലാം ഓടി വരികയാണ്. ആ നാട്ടുകാർ ഓടി വന്നപ്പോൾ കാണുന്നത് ഈ അഞ്ജലി ഉണ്ടെങ്കിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉടനെ തന്നെ അവർ ആംബുലൻസിനെയും പോലീസിനെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവരെത്തുന്നതിന് മുമ്പ് തന്നെ അഞ്ജലി മരണപ്പെട്ടിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസൊക്കെ വന്നതിന് ശേഷം അച്ഛൻ്റെ അടുത്തും അമ്മയടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വല്ല വിവരം അറിയാമോ, ആരാ കൊന്നതെന്നുള്ള കാര്യം വല്ലതും അറിയാമോ എന്നുണ്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവരാ സമയത്ത് പറഞ്ഞ പേരെന്ന് പറഞ്ഞാൽ ഗിരീഷ് എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് പറഞ്ഞത്. അതെ, അയാളുണ്ടെങ്കിൽ മുഖം മറിച്ച് വന്നാൽ ഞങ്ങൾക്ക് അവനെ കണ്ടാൽ അറിയാമെന്നാണ് പറഞ്ഞത്. പോലീസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് അറിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ കംപ്ലയിൻറ്റ് കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവർ പറയുന്നത്, ഞങ്ങൾ ഇതിനെപ്പറ്റിയുള്ള കംപ്ലയിൻറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ബിന്ദിഗിരി പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ഈ അഞ്ജലി ഉണ്ടെങ്കിൽ ഈ ഗിരീഷിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനുണ്ടെങ്കിൽ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ പോലീസൊന്നും അത് കാര്യമായിട്ട് എടുത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ മോള് മരണപ്പെട്ടതെന്നാണ് വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ആ കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി പോലീസ് ഇത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് അങ്ങനത്തെ ഒരു കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് അറിയപ്പെടുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ പേരൻസിൻ്റെ അടുത്ത് അവനെ പറ്റി ചോദിക്കുന്നുണ്ട്, എന്തോ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ. ആ സമയത്താണ് പേരൻസ് പറയുന്നത്, അവനുണ്ടെങ്കിൽ എൻ്റെ മോളെ ലവ് ടോർച്ചർ കൊടുത്ത് എപ്പോഴും പിറവേ നടക്കുന്നുണ്ടായിരുന്നു, നീ ലവ് ചെയ്തില്ലെങ്കിൽ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് കേസ് കൊടുത്തത്. പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അവൻ കോളേജ് പഠിക്കുന്ന ഒരു പയ്യനാണ്, ഒരു തെളിവില്ലാതൊന്നും പെട്ടെന്ന് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ അവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും എന്നും പറഞ്ഞാണ് അവർ വിട്ടേന്നാണ് പറഞ്ഞത്. അവനെ തന്നെ ഉണ്ടെങ്കിൽ പോലീസ് ഉണ്ടെങ്കിൽ അവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അവനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും തിരക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് അവൻ്റെ വീട് അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ അവിടെ ഇല്ലെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലായത്. അവൻ കൊല ചെയ്തതിന് ശേഷം അവിടുന്ന് അബ്സ്കോണ്ട് ആയിരിക്കുകയാണ്. ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവനെ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ തന്നെ പോലീസ് ഉണ്ടെങ്കിൽ അവൻ്റെ ഫോട്ടോ വെച്ച് വാണ്ടഡ് പോസ്റ്റർ ഇറക്കുകയാണ്. അങ്ങനെ അവിടെ മുഴുവൻ ഒട്ടിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നുണ്ടെങ്കിൽ ഒരു കോൾ അവർക്ക് വരുന്നത്. അത് റെയിൽവേ പോലീസായിരുന്നു. അവർ പറയുന്നുണ്ട് അവരുണ്ടെങ്കിൽ ഇവൻ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നത് കാണുന്നുണ്ട്, അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ അവനെ പിടിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ റെയിൽവേ പോലീസുമാരുണ്ടെങ്കിൽ അവനെ കൺകാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ടെങ്കിൽ അവന് കാര്യം മനസ്സിലായി, ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പോലീസ് എന്നെ പിടിക്കും എന്നുള്ളൊരു കാര്യം. അതിനെ തുടർന്നുണ്ടെങ്കിൽ അവ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ട്രെയിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലും പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി രക്ഷപ്പെടാമെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ ചാടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ റെയിൽവേ പോലീസുകാർ അവനെ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസ് അവനെ പിടിച്ചെങ്കിലും പക്ഷേ അവൻ ചാടുന്ന ശ്രമിച്ചതിൻ്റെ ഇടയിൽ തന്നെ അവന് ഒരുപാട് പരിക്കൊക്കെ പറ്റി. അതുകൊണ്ട് തന്നെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നും സാധിക്കത്തില്ല. സോ അവനെ പറ്റിയുള്ള കാര്യങ്ങൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ഇവർ തമ്മിൽ റിലേഷനിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ റിലേഷനിൽ ഉണ്ടായിരുന്നു. കുറച്ച് നാൾക്ക് മുമ്പാണ് ഇവർ പിന്നെ മിണ്ടാതായെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അതിനെ തുടർന്ന് ഈ സംഭവം നടന്നതെന്നാണ് കൂട്ടുകാരെല്ലാം പറയുന്നത്. പക്ഷേ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി. പക്ഷേ ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടതെന്ന് അറിയത്തതുമില്ല. അങ്ങനെ അവൻ ശരിയായതിന് ശേഷം പോലീസ് ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ആ സമയത്താണ് അവൻ പറയുന്നത്, അത് ഞങ്ങൾ റിലേഷൻ തന്നെ ആയിരുന്നു, അവളെ മിക്ക ചിലവുകൾ നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ്, അവളുടെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, അവൾക്ക് സഹോദരിയുണ്ട്, അവളുടെ ചിലവിന് വേണ്ടി ഞാൻ ഒരു 3 ലക്ഷം രൂപയൊക്കെ കൊടുത്തായിരുന്നു കോളേജിൻ്റെ കാര്യമായിട്ട്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾ എൻ്റെ അടുത്ത് പറയുന്നത് അവൾക്ക് വേണ്ടിയുള്ള ഒരു ആലോചന നടത്തുന്നുള്ളൊരു കാര്യം. അത് ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ അവിടെ വെച്ച് തന്നെ അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റി അങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്തു. അതിന് ശേഷം ഞാൻ എത്ര വിളിക്കാൻ ശ്രമിച്ചിട്ട് അവൾ ഫോൺ എടുക്കുകയും അതോടെ തന്നെ സംസാരിക്കാനോ കൂട്ടാക്കിയില്ല. അതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് ആ സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് അവർ എന്നെ യൂസ് ചെയ്തതെന്നുള്ളത്. അതിനെ തുടർന്ന് അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത് അവളെ കൊല്ലണമെന്ന്. അതിനെ തുടർന്നാണ് ഞാൻ അങ്ങനെ രാവിലെ അവിടെ വീടിൻ്റെ അവിടെ വരികയും അതോടെ തന്നെ അവളെ കൊല്ലുകയും ചെയ്യുന്നതാണ് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്.
സോ അങ്ങനെ അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്നുള്ളൊരു കാര്യം ഉറപ്പാവുകയും പിന്നെ ഇവർ റിലേഷനിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരുപാട് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇതുവരെ വെളിയിലൊന്നും വന്നിട്ടില്ല. ഈ കേസിനെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ഇത്രയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ ഈ സ്റ്റോറിയെ പറ്റി എന്തുകൊണ്ട് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും എനിക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.